ആയുർവേദ ഔഷധി പരിചയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന സസ്യമാണ് നിലപ്പന അഥവാ മുസലി. രൂപസാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യങ്ങളെ നാമകരണം ചെയ്യുന്ന രീതി ആയുർവേദത്തിൽ കാണാൻ സാധിക്കും. ഭൂമിയോട് ചേർന്ന് വളരുന്ന പന എന്നർത്ഥത്തിൽ ഭൂതാലി അല്ലെങ്കിൽ ഭൂതാല എന്ന് സംസ്കൃതത്തിലും നിലപ്പന എന്ന് മലയാളത്തിലും പറയുന്നു. ഇവിടെ ഭൂ എന്ന ശബ്ദം ഭൂമിയെയും താല എന്ന പദം പനയെയും സൂചിപ്പിക്കുന്നു. പനയുടെ കിഴങ്ങിനോട് സാദൃശ്യമുള്ള കിഴങ്ങ് എന്നർത്ഥത്തിൽ താലമൂലി എന്നും, കിഴങ്ങുകൾക്ക് ഉലക്കയോട് സാദൃശ്യമുള്ളതിനാൽ ഉലക്കയുടെ സംസ്കൃത പദമായ മുസലം എന്നതിൽ നിന്നും മുസലി എന്ന നാമവും ഇതിന് നൽകിയിരിക്കുന്നു. കുർക്കുലിഗോ ഓർക്കിയോയിഡ്സ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഹൈപ്പോക്സിഡേസിയെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇതൊരു പെരിനിയൽ പ്ലാന്റ് അല്ലെങ്കിൽ ബഹുവർഷ ഔഷധിയാണ്. അതിനർത്ഥം ഒരുപാട് കാലത്തോളം നശിച്ചു പോകാതെ നിലനിൽക്കുന്നു എന്നതാണ്. ഇതിൻ്റെ കിഴങ്ങ് പോലുള്ള നീളത്തിലുള്ള മൂലകാണ്ഡം മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുന്നതിന് സഹായകരമായ രീതിയിലാണ് മൂലകാണ്ഡത്തിൻ്റെ ഘടന. 15 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ നീളവും 1.5 മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ മടക്കുകളോട് കൂടിയതും മിനുസമുള്ളതും ആണ്. ഇലകളുടെ അറ്റത്ത് ചെറുകന്ധങ്ങൾ ഉണ്ടാകുകയും അവ മണ്ണിൽ തൊട്ട് പുതിയ സസ്യമായി മാറുകയും ചെയ്യുന്നു. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. പൂങ്കുലകൾ ഇലകളുടെ കീഴ്ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഫലങ്ങൾ 1 മുതൽ 4 വരെ വിത്തുകളുള്ള ക്യാപ്സ്യൂളുകളാണ്. മൂലകാണ്ഡമാണ് ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗം. കാലാമുസലി അല്ലെങ്കിൽ കൃഷ്ണമുസലി എന്നൊക്കെ അറിയപ്പെടുന്ന കറുത്ത മുസലി, ശ്വേതമുസലി അല്ലെങ്കിൽ വെളുത്ത മുസലി എന്ന് 2 തരം മുസലിയെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ടെങ്കിലും കേരളത്തിൽ കൃഷ്ണമുസലി എന്ന കുർക്കുലിഗോ ഓർക്കിയോയിഡ്സ് ആണ് ഉപയോഗത്തിലുള്ളത്. എന്നാൽ ക്ലോറോഫൈറ്റം ബോർവിലിയാനം, ക്ലോറോഫൈറ്റം ട്യൂബറോസം എന്ന ലിലിയേസിയ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ശ്വേതമുസലിയായി കണക്കാക്കുന്നത്. ഇവ ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവിടെ കൃഷ്ണാധിക ഗുണാപ്രോക്ത ശ്വേതാച്ച അല്പഗുണാമത എന്ന ശ്ലോകം വളരെ പ്രധാനമാണ്. അതായത് കൃഷ്ണമുസലി അല്ലെങ്കിൽ കറുത്ത മുസലി അധികം ഗുണത്തോടു കൂടിയതും ശ്വേതമുസലി അല്പഗുണത്തോടു കൂടിയതും ആകുന്നു. രസായന വാജീകരണ ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധം കൂടിയാണ് മുസലി. ഇത് പുഷ്ടിയും ബലവും പ്രദാനം ചെയ്യുന്നു. വാതരോഗങ്ങൾ, ദേഹശോഷം എന്നിവയിൽ ഉത്തമമാണ്. ഇത് മൂത്രസംബന്ധമായ രോഗങ്ങളെ ശമിപ്പിക്കുന്നു. യോനി രോഗങ്ങളിലും രക്തശുദ്ധിക്കും നല്ലതാകുന്നു. വിദാര്യാദിഘൃതം, ഗന്ധർവഹസ്താദി കഷായം, സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന മുസലീഖതിരാദി കഷായം തുടങ്ങിയവ നിലപ്പന ചേരുന്ന ഔഷധയോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നിലപ്പന കിഴങ്ങ് കഴുകി വൃത്തിയാക്കി തണലിൽ ഉണക്കിപ്പൊടിച്ച് പാലിൽ തിളപ്പിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഉചിതമായ മാത്രയിലും കാലയളവിലും സേവിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ, വെള്ളപ്പോക്ക്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന മൂത്രച്ചൂട് എന്നിവയിൽ ഫലപ്രദമാണ്. ഇതിൻ്റെ ഇല വേപ്പെണ്ണ ചേർത്തരച്ച് നീരും വേദനയുമുള്ള ഭാഗങ്ങളിൽ പുറമേ പുരട്ടുന്നതും നല്ലതാണ്. കൂടാതെ പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ത്വക്ക് രോഗങ്ങൾ, വിഷബാധ എന്നിവയിലും ഈ ഔഷധം വളരെ ഫലപ്രദമാണ്. കുർക്കുലിഗോ ഓർക്കിയോയിഡ്സ് സസ്യങ്ങളിൽ പോളിസാക്കറൈഡ്സ്, നോർലിഗ്നാസ്, ടെർപിനോയിഡ്സ് എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസായും വാതസംബന്ധമായ രോഗങ്ങളിലും വേദനകളിലും ആർത്തവ വിരാമജന്യ രോഗങ്ങളിലും പുരുഷന്മാരുടെ പ്രത്യുൽപാദന തകരാറുകളിലും ഈ ഔഷധം ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇവയിൽ കാണപ്പെടുന്ന ക്ലോറോഫിനോളിക് ഗ്ലൈക്കോസൈഡ്സായ കുർക്കുലി ജീൻസിന് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിത്തുകളിൽ നിന്നും ഇലകളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനാൽ ഔഷധമായും അലങ്കാര സസ്യമായും നമ്മുടെ വീടുകളിൽ എളുപ്പം നട്ടുവളർത്താവുന്ന ഒരു സസ്യമാണിത്. ഇവിടെ നിലപ്പനയുടെ പല പ്രയോഗങ്ങളും സൂചിപ്പിച്ചുവെങ്കിലും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ സേവിക്കുവാൻ ശ്രദ്ധിക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.